ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആക്ച്വലി ഇങ്ങനെ പുറത്ത് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്താ പറയുക കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഷാർജയിൽ തന്നെയുള്ള എന്താ പറയുക ഒരു ഇറാൻസിൻ്റെ കടയിലാണ് പോകുന്നത്. അവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറേ ഉണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. അവിടുന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾ എപ്പോഴും അവിടുന്ന് തന്നെ വാങ്ങാറ്. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ എത്താറായിട്ടുണ്ട്. ഇത് ആക്ച്വലി ക്രൂയിസിൻ്റെ ഒക്കെ ഭാഗമാണ്. ആക്ച്വലി ഇത് ഞാൻ ഒരു വട്ടം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഫിഷ് മാർക്കറ്റൊക്കെ ഇതിൻ്റെ അടുത്താണ്. അത്യാവശ്യം നമുക്കിപ്പോൾ നിർത്തിയിട്ടായാലും നല്ല ഫോട്ടോസ് എടുക്കാൻ നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ എന്ത് രസമാണ് അതിനെ കൂടെ. എന്തായാലും ഞാൻ ഒത്തിരി പറഞ്ഞു പോയപ്പോഴത്തേനും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഫൈനലി ഫ്രണ്ട്സ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താ പറയുക കുറേ മാറ്റങ്ങൾ വന്നു. അവിടെ കുറേ തരത്തിലുള്ള എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് വന്നു. പിന്നെ കുറേ നട്ട്സ്. പിന്നെ ഇത് എന്താ പറയുക നമ്മുടെ ഈ വെജിറ്റബിൾസ് എന്താ പറയുക ഉണക്കിയിട്ട് അതിനകത്ത് ഈ ഷുഗർ സിറപ്പ് പോലെ മുക്കിയിട്ടുള്ളതാണ്. പിന്നെ മിക്സ്ചർ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ തരത്തിലുള്ള നമ്മുടെ ഇതുണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് ചിലതിൻ്റെ ഒന്നും പേരാണ് ഇവിടെ. പിന്നെ ഇത് ആക്ച്വലി ഗ്യാസ് മിഠായി ആട്ടോ. അവിടെ ശരിക്കും സ്വീറ്റ്സ് ഉണ്ടെന്ന് പറയാമല്ലോ. നല്ല അടിപൊളി സ്വീറ്റ്സാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടെ ഉള്ള എന്താ പറയുക ഈ ഒരു എന്താ പറയുക ഹേസൽ നട്ടിൻ്റെ ചോക്ലേറ്റ് ആട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഹേസൽ നട്ടിൻ്റെ ഒരു കോഫിയുടെ ചോക്ലേറ്റ് ഉണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല, എന്നാലും കൊള്ളാം. പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ. കിവിയുടെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റാണ്, നിങ്ങളും ട്രൈ ചെയ്യുന്നു. പിന്നെ ഇവിടെ കുറേ സ്പൈസസ് ഉണ്ട് പലതരത്തിലുള്ള. ലൈക്ക് എന്താ പറയുക ജാതിക്ക, ഏലക്ക, ജാതിക്കയുടെ ഈ തൊലി പോലത്തെ ഉള്ളത് അതൊക്കെ നല്ല കുറേ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ അവിടെ എന്ത് വേണോ അത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങാം. നമുക്കൊരു ഇപ്പം വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ലല്ലോ എന്താ നല്ലതെന്ന്. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഹെർഷിയുടെ ഒക്കെ പോലത്തെ ചോക്ലേറ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ കുറേ എന്താ പറയുക ബദാം, പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട് കുറേ ഉണ്ട്. പിന്നെ എനിക്ക് പേര് അറിഞ്ഞൂടാത്ത കുറേ, പിന്നെ വാൾനട്ട്, പിസ്ത കുറേ ഉണ്ട്. നമുക്ക് ആർക്കും, എനിക്ക് പോലും ചിലർക്ക് അറിയാമായിരിക്കും, എനിക്ക് പേര് അറിഞ്ഞൂടാത്ത കുറേ ഉണ്ട്. പിന്നെ സ്വീറ്റ്സാണ് ഏറ്റവും കൂടുതൽ. ഇതെന്ന് വെച്ചാലുണ്ടല്ലോ എന്താ പറയുക ഇതെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ കൊക്കോ ഉണ്ട്. ഈ കാപ്പിയുടെ സീനുണ്ടല്ലോ നമ്മൾ പലരും ലൈക്ക് ഓരോ പരസ്യത്തിലായാലും കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള, അതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഹേസൽ നട്ടിൻ്റെ ഒക്കെ ചോക്ലേറ്റിൻ്റെ കൂടെ തന്നെ ഈ കോഫിയുടെ ഉണ്ട്. അത് ഏറ്റവും കുഞ്ഞ, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിനൊരു ഭയങ്കര കട്ടിയാട്ടോ ചവയ്ക്കാൻ. ഇത് ജാതിക്കയുടെ ആട്ടോ. ആ കട്ടി മാത്രമല്ല എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു മാതിരിത്തെ വല്ലാത്തൊരു കയ്പ്പ്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ കുറേ നട്ട്സ് ഉണ്ട്. ചെന്നാൽ നിങ്ങൾക്ക് നല്ല ചോയ്സ് ആട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെ നോക്കിയാലും ഇതാണ്. പിന്നെ ഇത് ഹേസൽ നട്ടിൻ്റെ ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഹേസൽ നട്ടിൻ്റെ ഉണ്ട്, പിന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഹേസൽ നട്ടുണ്ട്. കുറേ ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ തന്നെ പല ഫ്ലേവറിലുണ്ട് കേട്ടോ. പിന്നെ കോഫി ഞാൻ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ ഇത്ര വലിയത് ഗ്യാസ് മിഠായി ആട്ടോ, അവിടെ ഇത്ര വലിയ പ്രത്യേകത. എല്ലാം ഒരു കട പോലെ തന്നെ അല്ലേ? അല്ല കേട്ടോ, അത് ആക്ച്വലി വേറെയാണ്. ഇവിടെ നമുക്ക് പ്രത്യേക കുറേ തരത്തിലുള്ളതുണ്ട്. ഇത് ആക്ച്വലി പുളിയാട്ടോ. എനിക്ക് പുളി ഭയങ്കര ഇഷ്ടം. ഇത് പുളിമിഠായി ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കഴിച്ചു നോക്കിയപ്പം നല്ല പുളിയായിരുന്നു, വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇതായിട്ട് തോന്നും. ഇതെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്കയും വെജിറ്റബിളൊക്കെ നമുക്ക് ഈ ഉണക്കിയിട്ട് ഡ്രൈ ആക്കി തരുന്ന കേട്ടോ അതിൻ്റെ മധുരം. ആക്ച്വലി ഇപ്പം ഞാൻ കഴിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മുടെ ചിപ്സിൻ്റെ ആണ്. ഈ കുക്കുംബറാണ് അടുത്തത് കേട്ടോ. അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി എനിക്ക് കുക്കുംബർ കഴിച്ചപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ സാധാ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അല്ലാണ്ട് കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു നല്ലൊരിത് തോന്നിയില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിപ്സിൻ്റെ ആണ്. പിന്നെ ഇത് നമ്മുടെ പല കളറിലുള്ള ചോക്ലേറ്റ്സ് ആട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിനും. പിന്നെ നമ്മുടെ നാട്ടിൽ അത്തപ്പൂക്ക് ഇടാൻ പോകുന്ന പോലത്തെ ഒരു പൂവുണ്ടല്ലോ, അതിനാണ്. ഈ നമ്മുടെ നാട്ടിൽ റോസ് ഉണക്കിയത്. പിന്നെ കുറേ തരത്തിലുള്ള എന്താ പറയുക ഈ ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു.